ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് പേരൂർക്കടയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ലിമിറ്റിലിരിക്കുന്ന ഒരു വീടാണ്. ഏകദേശം 18 സെൻറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലക്ഷറി ഹൗസാണ്. 4 ബെഡ്റൂമാണ് വരുന്നത്, 4ഉം അറ്റാച്ച്ഡ് ആണ്. ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് വീട് വരുന്നത്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു നടുമുറ്റൊക്കെയുള്ളൊരു വീട് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഴമയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നല്ല ഇല്ലം അങ്ങനത്തെയൊക്കെ ടൈപ്പ് വീട് വരാണെങ്കിൽ പറയണം എന്നുള്ളത്. അപ്പം ഈ ഒരു വീട് ഇരിക്കുന്നതിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ട്രിവാൻഡ്രം കോർപ്പറേഷൻ ലിമിറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെ പോഷായിട്ടുള്ള വീടുകൾ ഇരിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.25 CR ആണ്. ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 18 സെൻറ്റ് സ്ഥലം നമുക്ക് കോർപ്പറേഷൻ ലിമിറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുറ്റമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വരാന്തകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു മടുമുറ്റം ഞാൻ പറഞ്ഞു. പിന്നെ ഒത്തിരി എലമെൻറ്റ്സ്, കുറേ കുഞ്ഞ് കിളിവാതിലുകൾ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഡിസൈനിങ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എല്ലാം വാസ്തുപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. പിന്നെ ഇവിടെ നമ്മൾ വിൻഡോസ് ഡോർസ് എല്ലാം നമുക്ക് ടീക്ക് വുഡാണ് വരുന്നത്. ഫ്ലോറിങ്ങൊക്കെ എനിക്ക് തോന്നുന്നു മാർബിൾ അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടൈലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഴമ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് നല്ല ചൂടുകാലമാണ്, പക്ഷെ അന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ നടുമുറ്റത്തൊക്കെ ആ ഒരു മഴയൊക്കെ പെയ്യുന്ന ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ഇരുന്നാൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തേക്ക് ഒരു വീട് നോക്കുന്നവർക്ക്, ഈ ഒരു ലൊക്കേഷനിൽ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി വലിയൊരു വീടാണ്, അപ്പം മാക്സിമം ഷോർട്ടാക്കി ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. 18 സെൻറ്റിൽ 4900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കേരള ട്രഡീഷണൽ നാലുകെട്ട് ഹൗസാണിത്. നമ്മൾ വ്ളോഗ്സ് തുടങ്ങിയ കാലം തൊട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു പക്ക ട്രഡീഷണൽ നാലുകെട്ട് ഹൗസ് നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമുക്ക് അതിനൊരു അവസരം കിട്ടിയത്. അപ്പം ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം നമുക്ക് അവിടെ താഴെ കാർ പാർക്കിംഗ് ഉണ്ട്, പിന്നെ മുകളിലും നമുക്ക് കാർ പാർക്ക് ചെയ്യാം. 18 സെൻറ്റ് നമുക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈനിങ് സ്റ്റേജിലാണെങ്കിലും കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെങ്കിലും പക്ക വാസ്തുപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുമ്പിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു തുളസിത്തറയുണ്ട്. ഇനി വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ചുറ്റും വരാന്തയുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അങ്ങനത്തെ വരാന്തകളുള്ള വീടുകളൊന്നും ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് അധികം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത്, ഏപ്രിലാണ് നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് പോലും വീടിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല കൂളിംഗ് ആയിരുന്നു. ഈവൻ എനിക്ക് തോന്നുന്നു ഫാൻ പോലും ഇടാതെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലുണ്ട്. അതെനിക്ക് തോന്നിയത് ഈ ഒരു വരാന്തയൊക്കെ ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ചുറ്റും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ ഉണ്ട്, ഒത്തിരി ഫലവൃക്ഷങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു കൂളിംഗ് എഫക്റ്റിന് ഒരു കാരണമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഈ കാണുന്നതാണ് മൺചിത്രത്താഴ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൺചിത്രത്താഴ് കാണുന്നത്. ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വുഡ്സ് എല്ലാം നമ്മൾ ടീക്ക് വുഡാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. ഒത്തിരി ക്യൂരിയസ് ഐറ്റംസ് നമുക്ക് ഈ വീട്ടിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാക്ക് ത്രൂ തീരില്ല. ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത്, അതായത് നടുമുറ്റം നമ്മൾ പല വീടുകളിലും കാണിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു നടുമുറ്റം ആദ്യമായിട്ടാണ്. അതിൻ്റെ ആ ഒരു കാണുന്നതെന്ന് പറയുന്നത് പൂജാ റൂമാണ്. അതായത് ശരിക്കും നമുക്ക് മഴ പെയ്യുമ്പോൾ
അത് കംപ്ലീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു നടുമുറ്റം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ നടുമുറ്റത്തിന് ഒരു ചുറ്റുമാണ് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. നമുക്ക് താഴെ 2 ബെഡ്റൂം വരുന്നുണ്ട്, ഡൈനിങ്, അതെല്ലാം നമുക്ക് ഈ ഒരു നടുമുറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. എഗെയിൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. എല്ലാം നമുക്ക് ഫുള്ളി ലോഡഡ് ആണ് ഈ വീട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി എലമെന്റ്സ് ഉണ്ട് ഈ ഒരു വീട്ടിൽ. ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഈ ഒരു നടുമുറ്റം തന്നെയാണ്. പിന്നെ അതുപോലെ ഈ വാസ്തുപ്രകാരം അവരിങ്ങനെ കുറെ കിളിവാതിലുകൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് വരുന്നൊരു കിളിവാതിലാണ്. അപ്പം അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഞാൻ നല്ല മനോഹരമായിട്ടുള്ള കിളിവാതിലുകളൊക്കെ കണ്ടു. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഡൈനിങ്ങിൽ നമുക്കൊരു സെല്ലാർ ഫ്ലോർ വരുന്നുണ്ട്, താഴോട്ടൊരു റൂം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി നമുക്കിപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിലാണ് ആ ഒരു സെല്ലാർ ഫ്ലോർ വരുന്നത്. ഇവരിതൊരു കുട്ടികളുടെ റൂം എന്നുള്ള രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫീസ് റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെല്ലാർ ഫ്ലോർ ആണത്. എഗെയിൻ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കിച്ചണാണ്. ഓക്കെ, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെ നമ്മൾ കാണുന്ന വുഡ് എലമെന്റ്സ് എല്ലാം ടീക്കാണ്. അതുപോലെ ജനലുകളും വാതിലുകളും എല്ലാം ടീക്ക് വുഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ടൈലുകളൊക്കെ ആണെങ്കിലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടൈൽസ്, മാർബിളുകളൊക്കെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എലമെന്റ് എന്ന് പറയുന്നത് ഈ കിണറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫിലിംസിലാണ് ഇങ്ങനത്തെ ഈ ഒരു പഴയ ടൈപ്പ് കിണറും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ കാണാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പഴയ മോഡൽ കിണറും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ബെഡ്റൂമാണ്. കിച്ചണിൽ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണാതെ കേട്ടോ. കിച്ചണിൽ നമുക്ക് ആ ഒരു സ്റ്റോർ റൂമും കൂടെ ആഡഡ് ആണ്. ഈ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. എഗെയിൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ലോഡ് ചെയ്തിട്ടും നമുക്ക് നല്ല സ്പേസ് നമുക്ക് ബെഡ്റൂമുകളിൽ വരുന്നുണ്ട്. എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. നമ്മൾ ഈ വീട്ടിൽ ഒരു ഏരിയയിൽ ചെല്ലുമ്പോഴും നമുക്ക് അയ്യോ ഇത് വളരെ ചെറുതായി പോയെന്ന് തോന്നില്ല. ഇതതിൻ്റെ ടോയ്ലറ്റ് ആണ് കാണുന്നത്. 4 ബെഡ്റൂമുകളാണ് വരുന്നത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതിൽ 2 ബെഡ്റൂം താഴെയാണ്, 2 ബെഡ്റൂം മുകളിലാണ്. ഇത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. എഗെയിൻ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. വലിയ കോട്ടും എല്ലാം വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് അതിന് ചുറ്റുമുണ്ട്. ഈ വീട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടംപററി അങ്ങനത്തെയൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പം എനിക്ക് പേഴ്സണലി മടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു ഗൃഹാതുരത്വം തോന്നുന്ന വീടുകളൊന്നും നമുക്ക് ഒരിക്കലും മടുക്കില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകൾ. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ താഴെ വരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. കവേർഡ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റൊക്കെ അടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പക്ഷികളുടെ കൊതുകിൻ്റെ ഒന്നും ശല്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ആ സ്റ്റെയർ കയറി നേരെ വരുമ്പോൾ തന്നെ ഈ ഒരു കുഞ്ഞ് ബാൽക്കണിയിലേക്കാണ് കയറി വരുന്നത്. മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ് ഈ ഒരു ബാൽക്കണി. എഗെയിൻ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ എഗെയിൻ വലിയൊരു അപ്പർ ലിവിങ് ഏരിയ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ്. ഈ മുകളിലത്തെ ഫ്ലോറിൽ ഒത്തിരി സ്പേസ്, നല്ല സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഏരിയ ചെറുതാണെന്ന് തോന്നില്ല. അത്രയും സ്പേഷ്യസ് ആണ് എല്ലാം. ഒരു 4900 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 18 സെന്റിലാണ് നിങ്ങൾ. അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് വീടിന് ചുറ്റും സൈഡിലും ഫ്രണ്ടിലും എല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എഗെയിൻ ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കിളിവാതിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാരുപടിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പഴയ കൊട്ടാരങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പം അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഒരു ചാരുപടിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കിളിവാതിലുകളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. ചാരുപടി ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കിളിവാതിലും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആ പഴയ വാസ്തുപ്രകാരമുള്ള കൊട്ടാരങ്ങളിലൊക്കെയാണ്. ട്രിവാൻഡ്രത്തൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനത്തെ കൊട്ടാരങ്ങളിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതാണ് ആ കിളിവാതിലിൽ നിന്ന് നമ്മൾ കാണുമ്പോഴൊരു വ്യൂ എന്ന് പറയുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും ഭയങ്കര പോഷായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതാണ് നമുക്ക് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതാ നമ്മുടെ കോട്ടയാടിൻ്റെ ഒരു മുകളിലത്തെ വ്യൂ ആണ്. അപ്പോൾ ഇവിടെയും ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ ആസ്വദിക്കാം. ഇവിടെയും നമുക്ക് ആ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ വലിയൊരു സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. അവിടെ ഊഞ്ഞാലും അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ചെറിയ ബാറൊക്കെയാണ്. പണ്ടത്തെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ആൻറ്റിക് ആയിട്ടുള്ള പീസസ് ഇവിടെ ഉണ്ട്. ഞാൻ അത് ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വലിയ വീടാണ്. അപ്പോൾ നമ്മളതിനെ മാക്സിമം നിങ്ങൾക്ക് അധികം ബോറടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു നടുമുറ്റത്തിൻ്റെ വ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. എഗെയിൻ മഴയൊക്കെ പെയ്തപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. നമുക്കിവിടെ നിന്ന് പോകാനേ തോന്നിയില്ല. അത്ര രസമായിരുന്നു ആ വീട് കാണാനായിട്ട്. അപ്പം നല്ല അടിപൊളി വീടാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്.
ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം ഈ ഇങ്ങനത്തെ ഈ ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഒത്തിരി ആൻറ്റിക് പീസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക്. അത് ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു ഫീലായിരുന്നു വന്നപ്പം. ഇവിടെ താമസിക്കുന്നവരെ കണ്ടാലും നമുക്ക് ആ ഭയങ്കരമായിട്ടുള്ള എഗെയിൻ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ താമസിക്കുന്ന അങ്കിളിനെ ആൻറ്റീനെയൊക്കെ കാണുമ്പം. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എഗെയിൻ നമ്മൾ ലേഔട്ടൊക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എഗെയിൻ നമുക്കിവിടെ ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്, ടോയ്ലറ്റ് വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്, ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത്രയും വലിയ വീടൊക്കെ നമ്മൾ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇടാന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജനറേഷനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ അവരത് വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ആ വീട് അവർ കീപ്പ് ചെയ്യുന്നത്. എഗെയിൻ ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. സോ ബെഡ്റൂംസിൻ്റെയൊക്കെ ലേഔട്ട്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ താഴെ കണ്ട പോലെ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. 4 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ്, എല്ലാം സ്പേഷ്യസ് ആണ്. നമ്മളെല്ലാം ലോഡ് ചെയ്തിട്ട് പോലും എല്ലാത്തിനും നല്ല സ്പേസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒത്തിരി ക്യൂരിയസ് ഐറ്റംസ് ഓൾറെഡി ആ വീട്ടിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് അതിൻ്റെ ഡ്രസ്സിങ് റൂമാണ് വരുന്നത്. അഗെയിൻ അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ബെഡ്റൂമുകളെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ താഴെ 2 ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂം കണ്ടു. നമുക്ക് ചുറ്റും ആ ഒരു കോട്ടയാടിൻ്റെ നമുക്ക് ആ ചാരുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും നമുക്ക് ഇരിക്കാം. എഗെയിൻ ഇവിടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടെറസ് ഏരിയ ആയിരുന്നു, അത് അവർ കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. കവർ ചെയ്ത് ഫുള്ള് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ അലക്കിയിടാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ എഗെയിൻ ഒരു ടെറസ് ഉണ്ട്, അവിടെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഇങ്ങനത്തെ വീട് എന്നെ ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചവർക്കുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.